കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ഉനൈസിന്റെ മൃതദേഹം ആ വാടക വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കട്ടിലിൽ തളർന്നു കിടന്ന ഭാര്യ അലീഷ വിങ്ങി പൊട്ടുകയായിരുന്നു. ഇതിനായിരുന്നോ എന്റെ കൈപിടിച്ച് അവിടെ നിന്നും ഓടിയതെന്നാണ് തന്റെ പ്രിയപ്പെട്ടവന്റെ ചലനമറ്റ് കിടക്കുന്ന ശരീരത്തെ നോക്കിക്കൊണ്ട് ജനലഴികൾക്കുള്ളിലൂടെ അലീഷ ചോദിച്ചത്. ഉച്ചയ്ക്ക് 2:50 ആറാട്ടുവഴി മൈഥിലി ജംഗ്ഷനിലെ വാടക വീട്ടിലേക്ക് ഉനൈസിന്റെ മൃതദേഹം എത്തിയപ്പോൾ പെയ്യാൻ മടിച്ചു നിന്നിരുന്ന മഴ പോലും ആർത്തുലച്ചു പെയ്തു. ബന്ധുക്കളും നാട്ടുകാരുമടക്കം വൻ ജനാവലി തന്നെ ഉനൈസിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ തടിച്ചുകൂടി. പിതാവ് ഉബൈദിന്റെയും മാതാവ് ഷമിതയുടെയും മകൻ 4 വയസ്സുകാരനായ ഇഷാന്റെയും കരച്ചിൽ ആ വീട് ഒരു കണ്ണീർ കടലാക്കി മാറ്റി. ഈ ആഴ്ച ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉനൈസ്. എല്ലാ കടങ്ങളും വീട്ടി സ്വന്തമായൊരു 4 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു വീട് വെച്ച് കഴിയണമെന്നൊക്കെയായിരുന്നു ഉനൈസിന്റെ ആഗ്രഹങ്ങൾ. അതിനായി സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉമ്മ നൽകിയ 5000 രൂപയുമായി വസ്ത്രങ്ങൾ വാങ്ങാനും അക്ഷയ സെന്ററിലേക്കുമായി പോയതായിരുന്നു ഉനൈസും ഭാര്യയും. സ്കൂട്ടറിൽ യാത്ര പുറപ്പെട്ട് മട്ടാഞ്ചേരി പാലത്തിന് സമീപമെത്തിയതോടെ ശക്തമായ കാറ്റും മഴയുമുണ്ടായി. തുടർന്ന് ഇവർ തൊട്ടടുത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഉനൈസിന്റെ അന്ത്യനിമിഷങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് ഉനൈസ് കാണുന്നത് ആ ശക്തമായ കാറ്റിൽ എതിർവശത്ത് നിൽക്കുന്ന വലിയ ഒരു മരം ആടിയുലയുന്നതാണ്. ഇത് കണ്ട നിമിഷം തന്നെ ഉനൈസ് അലീഷയുടെ കൈപിടിച്ച് അവിടെ നിന്നും ഓടുകയായിരുന്നു. പക്ഷേ വിധി അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. ആ മരം നേരെ കടപുഴകി വീണത് ഉനൈസിന്റെ ദേഹത്തേക്കായിരുന്നു. മരത്തിന്റെ ചില്ലകളിൽ തട്ടി അനീഷ തെറിച്ചു വീഴുകയും ചെയ്തു. അരമണിക്കൂറോളം ആ മരത്തിനടിയിൽ ഉനൈസ് ജീവന് വേണ്ടി പോരാടി. പക്ഷേ അവിടെ കൂടിയവർക്കെല്ലാം അത് കണ്ടു നിൽക്കാനല്ലാതെ ഒന്നിനും സാധിച്ചില്ല. ഒടുവിൽ തൊട്ടപ്പുറത്തെ തടിമില്ലിൽ നിന്നും ക്രെയിൻ കൊണ്ടുവന്നാണ് മരം മാറ്റുന്നത്. തുടർന്ന് 2 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഉനൈസ് മരണത്തിന് കീഴടങ്ങുന്നത്. നട്ടെല്ലിനും വാരിയലിനും കാലിനും പരിക്കേറ്റ ഭാര്യ അലീഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഉനൈസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അലീഷയെ ചികിത്സയ്ക്കിടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഉനൈസിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം ഒന്നും അറിയാതെ ആ 4 വയസ്സുകാരൻ ആ വീട്ടിലൂടെ ഓടിക്കളിക്കുകയായിരുന്നു. എന്തായാലും ആ ചെറുപ്പക്കാരന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി ആ കുടുംബത്തിന് ലഭിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.